ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. രാഷ്ട്രപതിയുടെ പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നാളെ ലോക്സഭയിലും രാജ്യസഭയിലും തുടക്കമാകും. ധനകാര്യ ബിൽ 2025, വഖഫ് ഭേദഗതി ബിൽ 2024, ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, റെയിൽവേ ഭേദഗതി ബിൽ 2024 ഉൾപ്പെടെ 16 ബില്ലുകൾ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കും. പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതോടെ 117 സ്മാർട്ട് അംഗനവാടികൾ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകും. 1ാം ക്ലാസ് പ്രവേശനത്തിന് പ്രത്യേക പരീക്ഷ നടത്തുന്നത് അനുവദിക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രക്ഷകർത്താക്കൾക്ക് അഭിമുഖം നടത്തുന്നതും അനുവദിക്കില്ല. അമിത ഫീസ് ഈടാക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമായി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് കിരീടം നിലനിർത്തി ഇന്ത്യ. ക്വാലലംപൂരിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. മലയാളി താരവും പേസ് ബൌളറുമായ VJ ജോഷിത ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20യിൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയ്ക്ക് സെഞ്ചുറി. 37 പന്തിലാണ് അഭിഷേകിന്റെ സെഞ്ചുറി നേട്ടം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 18 ഓവറിൽ 7 വിക്കറ്റിന് 237 റൺസ് എന്ന നിലയിലാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് 6ാം സ്വർണം. വനിതാ വോളിബോളിലാണ് കേരളം സ്വർണം നേടിയത്. തമിഴ്നാടിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ കേരളത്തിന്റെ ആകെ മെഡൽ നേട്ടം 13ആയി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഉഗാണ്ടൻ താരം ഫസീല ഹാട്രിക് നേടി. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റ് ഫിലമോൺ യാങ്ങിന്റെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ മേഖലകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ മാറ്റത്തിന് ഊർജ്ജം നൽകിയതെന്ന് നേരിട്ട് കാണാൻ അവസരം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നടനും MLAയുമായ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലുവ സ്വദേശിയായ നടിയുടെ പരാതി തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച KSRTC പണിമുടക്ക്. നാളെ അർദ്ധരാത്രി 12 മുതൽ 24 മണിക്കൂറാണ് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള പണിമുടക്ക്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഭിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തി മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ മാളയിൽ കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചേർപ്പ് CIക്ക് സസ്പെൻഷൻ. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റിയതിനും KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ടതിനുമാണ് CI പ്രദീപിനെ സസ്പെൻഡ് ചെയ്തത്. പഞ്ചാബ് അതിർത്തിയിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2 ഇന്ത്യൻ പൌരന്മാർ അതിർത്തി രക്ഷാ സേനയുടെ പിടിയിൽ. അതിർത്തി ജില്ലയായ ഗുരുദാസ്പൂരിൽ നിന്നും പിടിയിലായ ഇവരിൽ നിന്നും ഹെറോയിനും കണ്ടെടുത്തു. കൊതുക് നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന 2 മത്സ്യ ഇനങ്ങളെക്കുറിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതികരണം തേടി. പല സംസ്ഥാനങ്ങളിലും കൊതുക് നിയന്ത്രണത്തിനായി മത്സ്യ ഇനങ്ങളായ ഗാംബൂസിയ അഫിനിസ്, പൊയ്സിലെ റെറ്റിക്കുലേറ്റ എന്നിവയെ ജലാശയങ്ങളിൽ തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു ട്രൈബ്യൂണൽ. ഇന്ന് ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുകയാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. നല്ല നാളേക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് രാമനാട്ടുകരയിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഫറോക്ക് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മുഖം വ്യക്തമാകാത്തതിനാൽ മരിച്ചതാരെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. താനൂർ തിരൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പനമ്പാലം ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാളെ നിർവഹിക്കും. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിനെയും തിരൂർ നഗരസഭയെ ബന്ധിപ്പിച്ച് തിരൂർ പുഴയ്ക്ക് കുറുകെ 13.5 കോടി രൂപ ചെലവഴിച്ച് കേരള റോഡ് ഫണ്ട് ബോർഡാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.